നമസ്കാരമുണ്ട്. ഇപ്പം നിൽക്കുന്നത് പാടുക്കാട് കേട്ടോ. അതായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് സെൻട്രൽ ജയിലാണ് വിയൂർ. അപ്പോൾ പാടുക്കാട് ഇറങ്ങിയത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തൃശ്ശൂർ രാഗത്തിൽ ടിക്കറ്റ് കിട്ടാനില്ല, ജോസിൽ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ടിക്കറ്റുകൾ കിട്ടാത്ത ഈ ഒരു സിനിമയ്ക്ക് ദീപ തിയേറ്ററിൽ ഫ്രണ്ടിലൊരു 3 റേ ഒഴിവുണ്ട്. ദീപ തിയേറ്ററിൽ ഫ്രണ്ടിലൊരു 3 റേ ഒഴിവുണ്ട്. ആ റേയിലാണ് ഇപ്പോൾ ഞങ്ങളൊരു 3ാമത്തെ റേയിലാണ് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ നമ്മുടെ സുഹൃത്തുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പടം കാണാനുള്ള തീരുമാനമായി. കാരണം അന്യായ തിരക്ക്, എല്ലാ തിയേറ്ററിലും ഗംഭീര തിരക്കാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പോൾ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ണിമുകുന്ദന് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അത്രയും കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള അത്രയും ഹിറ്റായിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് വന്നത് ഉണ്ണിമുകുന്ദന്. അത് അത്ര ക്ലിക്കായില്ല പടം, എങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ വിയൂർ ദീപ തിയേറ്ററിലാണ് ഇന്ന് മാർക്കോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. 12 മണിക്കാണ് നമ്മുടെ ഷോ. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോവാണ്. തിയേറ്റർ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ലക്ഷറി സിനിമ തിയേറ്ററാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. തിയേറ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ മാർക്കോ സിനിമ നമ്മുടെ ദീപ തിയേറ്ററിൽ, തൃശ്ശൂർ ദീപ തിയേറ്ററിൽ കളിക്കുന്നത്. തൃശ്ശൂർ തിയേറ്റർ തന്നെയാണ് നമ്മൾ പറയുക. സംഭവം വിയൂർ പാടുകാടാണെങ്കിൽ കൂടിയിട്ട് ഒരു ഷോർട്ട് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം. ഷോർട്ട് ടൈമാണ് 12 മണിക്ക്, 3 മണിക്ക്, 6:30, 9:30. മാർക്കോ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് കേട്ടോ. തിയേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ്. പ്ലാറ്റിനം 129, ലക്ഷറി ക്ലാസ് 250 കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൂടി ഉണ്ട്, ബ്ലോക്ക് ബസ്റ്റർ മീഡിയ. ഞങ്ങൾ പടത്തിന് ടിക്കറ്റ് എടുത്തു. പിന്നെ ഏത് ടിക്കറ്റ് കിട്ടിയേക്കാം? 3ാമത്തെ റൈലല്ലേ. ഉണ്ണിമുകുന്ദൻ്റെ സിനിമയ്ക്ക് ചരിത്രത്തിൽ, അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഒരു ടിക്കറ്റ് കിട്ടാത്തൊരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ രാഗം തിയേറ്ററിൽ നോക്കി, ജോസ് തിയേറ്ററിൽ നോക്കി, തൃശ്ശൂർ ഒരു ഇതെല്ലാം തിയേറ്ററിലും കളിക്കുന്നുണ്ട്. നിങ്ങൾ ഏതാ തിയേറ്ററിലാണ് ഈ സിനിമ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം ഏത് തിയേറ്ററിലാണ് ഈ പടം കാണുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും 12 മണിക്കല്ലേ ഷോ? ഇവിടെ 12 മണി 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും അതല്ലേ കോള മേടിച്ച് കുടിക്കുകയാണ് മാർക്കോ. അതല്ലേ ശരിക്കും മാർക്കോ എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ മാറിക്കോ എന്നുള്ള അവസ്ഥയായി. എല്ലാവരും മാറിക്കോ, ടിക്കറ്റ് കിട്ടില്ല. അതെ, സംഭവം ശരിയാ. അത് ഇത് 10 മണിക്ക് പോയപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് ഇല്ല, നാളെ. അല്ല, മാളികപ്പുറം പറയുന്ന ആ ഒരു സിനിമയുടെ ആ ഒരു വിജയമാണോ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ക്രൗഡ് വരാനുള്ള കാരണം? അനീഫദനി ഒരു നല്ല മേക്കറാണ്. KGF-ന്റെ രവി ബസൂറ മ്യൂസിക് എക്സ്പെക്ട് ചെയ്യാൻ അതെ. പിന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈലാണല്ലേ ട്രെയിലറൊക്കെ കണ്ട തന്നെ. പിന്നെ പോസ്റ്ററുകളായാലും ഒരു മലയാള സിനിമയാണെന്ന്, ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു മലയാള സിനിമയാണെന്ന് പറയാൻ കഴിയും. ഇന്റർനാഷണൽ ഇതിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. സിനിമകൾ തന്നെ, മലയാളം സിനിമകൾ തന്നെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം അത്ര അസാധ്യമായിട്ടുള്ള സംവിധായകന്മാർ, എഡിറ്റിങ്, മേക്കേഴ്സ് അങ്ങനെ ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമകളും വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ മാർക്കോ. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് ഒരു സിനിമയാവട്ടെ. സിനിമ കണ്ടവരൊക്കെ ഈ വീഡിയോ അതിന് ശേഷമാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ കമൻറ്റ് അറിയിക്കട്ടെ സിനിമയെക്കുറിച്ച്. എന്തെങ്കിലും പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു പടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ.